നമ്മുടെ ജീവിതത്തിൻ്റെ സുഖത്തിനും സൗകര്യത്തിനുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുള്ള വ്യവസ്ഥപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ് നാം എല്ലാവരും ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന വ്യത്യസ്തങ്ങളായ അനുഗ്രഹങ്ങൾ, സൗഭാഗ്യങ്ങൾ എന്നുള്ളത്. ഏതെല്ലാം നിലക്കുള്ള അനുഗ്രഹങ്ങളാണ്, എത്ര വിധത്തിലുള്ള സൗഭാഗ്യങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ആർക്കും തന്നെ ആയുസ്സിൽ കണ്ടെത്താനും കണക്കാക്കാനും കഴിയില്ല എന്നത് വലിയ യാഥാർത്ഥ്യമാണ്. നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളിൽ സുഖവും സമാധാനവും ഉണ്ടാകാൻ സാധ്യമാകുന്ന അത്ര അനുഗ്രഹദാതാവായ അല്ലാഹുവിന് നന്ദി കാണിച്ചുകൊണ്ട് ജീവിക്കുക, എല്ലായ്പ്പോഴും അവനെ ഓർത്ത് അവനിലേക്ക് അടുത്ത് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പരിശ്രമിക്കുക എന്നതാണ് ഏറ്റവും അനിവാര്യമായി വിശ്വാസികളായ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതും കണിശമാക്കേണ്ടതുമായ കാര്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങൾ കൊണ്ട് മാന്യമായ ജീവിതം നയിക്കുന്ന ആളുകൾ നമുക്കിടയിലുണ്ട്. അഥവാ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും പ്രയാസം എന്താണ് എന്നറിയുന്നില്ല. സാമ്പത്തിക ബുദ്ധിമുട്ടില്ല, രോഗം പോലെയുള്ള പ്രശ്നങ്ങളില്ല, മറ്റു പ്രയാസങ്ങളും തടസ്സങ്ങളും ഒന്നും അവർക്കില്ല. എന്നിട്ടും ജീവിതത്തെ മാന്യമായി അച്ചടക്കത്തോടെ കൊണ്ടുപോകുന്ന ആളുകൾ. അതേപോലെ മറുഭാഗത്ത് മതിമറന്ന് ജീവിക്കുന്ന ആളുകൾ ഉണ്ട്. വേണ്ടുവോളം അനുഗ്രഹങ്ങളുണ്ട്, സൗഭാഗ്യങ്ങളുണ്ട്, എന്നാൽ അതിര് വിട്ട് ജീവിക്കുക, ധൂർത്ത് കാണിച്ച്, ദുർവ്യയം കാണിച്ച്, ജീവിതത്തിന്റെ ലക്ഷ്യം മറന്ന് ഏതൊക്കെ രൂപത്തിലാണോ ജീവിക്കാൻ തോന്നിയത് ആ നിലക്കെല്ലാം ജീവിക്കുക, അങ്ങനെയുള്ള ആളുകളും സമൂഹത്തിലുണ്ട്. അതുപോലെ തന്നെ കുടുസായ ജീവിതം നയിക്കുന്നവരുണ്ട്. ഒരു ദിവസം വയറ് നിറച്ച് ഭക്ഷിക്കാനും കുടുംബത്തോടൊപ്പം സമാധാനത്തോടെ ഉറങ്ങാനും കുടുംബത്തിന്റെ ആവശ്യങ്ങൾ നല്ല രൂപത്തിൽ നിറവേറ്റിക്കൊടുക്കാനും സാധിക്കാത്ത വിധം എല്ലാവരോടും പരാതിയും പ്രയാസവും പറഞ്ഞ് ഞെരുക്കത്തോടെ പ്രയാസത്തോടെ കഴിയുന്ന ആളുകളും ഉണ്ട്. എന്താണോ ഉള്ളത് അതുകൊണ്ട് തൃപ്തരായി ജീവിക്കുന്ന ആളുകളുണ്ട്. വലിയ വരുമാനമില്ല, ഒരു ഭാഗത്ത് മാറ്റിവെക്കാൻ മാത്രം വരുമാനമില്ല, അതേപോലെ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനും നല്ല നിലക്കുള്ള സൗകര്യങ്ങളോടെ ജീവിക്കാനും സാധിക്കുന്നില്ല. എന്നാൽ എന്താണോ ഉള്ളത് അതുകൊണ്ട് സുഖത്തോടെ സമാധാനത്തോടെ ജീവിതം മുന്നോട്ട് നയിക്കുന്ന ആളുകൾ നമുക്കിടയിലുണ്ട്. വളരെ മിതമായ ജീവിതം നയിക്കുന്നവരുണ്ട്. അധികവും അല്ല, തീരെ ഇല്ലാത്ത അവസ്ഥയും അല്ല. എന്നാൽ ബുദ്ധിമുട്ടില്ലാതെ, പ്രയാസങ്ങളില്ലാതെ, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് തരണം ചെയ്യാൻ ത്രാണിയുണ്ട്, ശേഷിയുണ്ട്, ആ രൂപത്തിൽ ജീവിക്കുന്ന
മിതമായ ജീവിതം നയിക്കുന്ന ആളുകളും നമ്മുടെ ഇടയിലുണ്ട്, കുടുംബത്തിലുണ്ട്, നാട്ടിലുണ്ട്. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടി സൃഷ്ടിച്ച അനുഗ്രഹങ്ങളെ വ്യത്യസ്തമായ രീതിയിൽ, വിഭിന്നമായ രീതിയിൽ അനുഭവിച്ചും ആസ്വദിച്ചും പോകുന്നതാണ് അവൻ നമുക്ക് കണക്കാക്കിയിട്ടുള്ള നമ്മുടെ ജീവിതം. ഏത് രൂപത്തിലായിരുന്നാലും എന്തിനാണ് അല്ലാഹു അനുഗ്രഹങ്ങൾ നൽകിയത് എന്ന ലക്ഷ്യം അതൊരിക്കലും നമ്മൾ മറക്കാൻ പാടില്ല. ലക്ഷ്യം മറന്നുകൊണ്ടുള്ള ജീവിതം ഒരു വിശ്വാസിയുടെ ജീവിതമല്ല, അങ്ങനെ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. കേവല മനുഷ്യനായി, കേവല സൃഷ്ടിയായി, ഒരു ജീവിയായി ജീവിക്കുന്ന ആൾക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കാം. ലക്ഷ്യമില്ലാതെ തോന്നിയതുപോലെ, ആഗ്രഹിക്കും പോലെ, ഇഷ്ടം പോലെ ജീവിക്കാമല്ലോ. എനിക്കാരാണ് വേലി കെട്ടുക? എനിക്കാരാണ് തടസ്സം നിൽക്കുക? എന്റെ തടിയാണ്, എന്റെ വരുമാനമാണ്, എന്റെ കുടുംബമാണ്, എന്റെ സമയമാണ്, എനിക്കിഷ്ടമുള്ള പോലെ ഞാൻ ജീവിക്കും. അങ്ങനെ പറയുന്ന ആളുകൾ ലക്ഷ്യം മനസ്സിലാക്കി ജീവിക്കുന്നവരല്ല, മറിച്ച് അലക്ഷ്യമായി, അലസതയോടെ, അലംഭാവത്തോടെ ജീവിതത്തെ നോക്കിക്കാണുന്ന ആളുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വിശാലമായി, അറ്റം കാണാത്ത വിധം നമുക്ക് സംവിധാനിച്ചു വെച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾ, അതിലൂടെ എന്താണ് നിങ്ങൾ നേടേണ്ടത്, ഏത് രൂപത്തിലാകാൻ പാടില്ല, ഇത് ഖുർആനിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അറിയിച്ച കാര്യം ഫദ്കുറു ആലാ അല്ലാഹ്, അല്ലാഹു നിങ്ങൾക്ക് നൽകിയ വിശാലമായ അനുഗ്രഹങ്ങളെ നിങ്ങൾ ഓർക്കണം എന്നാണ്. ചെറിയ അനുഗ്രഹമല്ല, 1 ഏക്കറിലോ 10 ഏക്കറിലോ ഒരു സംസ്ഥാനത്തോ ഒരു രാജ്യത്തോ ഒതുക്കി വെക്കാവുന്ന അനുഗ്രഹങ്ങളല്ല, അറ്റം കാണാത്ത വിധമുള്ള അനുഗ്രഹങ്ങളാണ്. ഒരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല 100 വർഷങ്ങൾ ജീവിക്കാൻ അനുമതി കൊടുത്താലും എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്ത വിധം വിശാലമായ ലോകമാണ് അനുഗ്രഹങ്ങളുടെ ലോകം. അതിനെക്കുറിച്ച് ഓർക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. എന്തിനാണ്? ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾക്കതിലൂടെ വിജയം കൈവരിക്കാൻ സാധിക്കും. ശരീരമാകുന്ന അനുഗ്രഹം, സമ്പത്താകുന്ന അനുഗ്രഹം, കുടുംബമാകുന്ന അനുഗ്രഹം, ഭൂമിയാകുന്ന അനുഗ്രഹം, ആകാശമാകുന്ന അനുഗ്രഹം, ഭൂമിയിൽ തന്നെ ജന്തുക്കൾ അനുഗ്രഹമാണ്, സസ്യങ്ങൾ അനുഗ്രഹമാണ്, ചെറിയ പ്രാണികൾ അനുഗ്രഹമാണ്, വ്യത്യസ്ത വലിപ്പത്തിലും അതേപോലെ സ്വഭാവത്തിലുമുള്ള ഉറുമ്പുകൾ നമുക്ക് അനുഗ്രഹമാണ്, പക്ഷികൾ അനുഗ്രഹമാണ്. ഇങ്ങനെ തുടങ്ങി ഓരോന്നും അല്ലാഹു സംവിധാനിച്ചത് അവനെ ഓർക്കാനും അനുസരിക്കാനും നന്ദി കാണിക്കാനും അതിലൂടെ അവനിലേക്ക് അടുക്കാനും അങ്ങനെ വിജയം കരസ്ഥമാക്കാനുമാണ്. അനുഗ്രഹങ്ങളുടെ സുപ്രധാന ലക്ഷ്യം അതാണ്. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഫദ്കുറു ആലാ അല്ലാഹ്, അല്ലാഹു നിങ്ങൾക്ക് ഒരുക്കി തന്ന ആഴത്തിലുള്ള പരന്നു കിടക്കുന്ന അനുഗ്രഹങ്ങൾ നിങ്ങൾ ഓർക്കണം. വലാ തഅസൗ ഫിൽ അർളി മുഫ്സിദീൻ, നിങ്ങൾ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവരായി, അധർമ്മകാരികളായി, ധിക്കാരികളായി, താന്തോന്നികളായി, വൃത്തികേട് ചെയ്യുന്നവരായി, ആഭാസങ്ങളിൽ മുഴുകുന്നവരായി മാറരുത്. അതിനല്ല അനുഗ്രഹം. സമയം അതിനല്ല, സമ്പത്ത് അതിനല്ല, ശരീരം അതിനല്ല. നാം അനുഭവിക്കുന്ന ഏതൊരു അനുഗ്രഹമാകട്ടെ അതൊരിക്കലും സ്വന്തത്തിന് എതിരാകുന്ന, സമൂഹത്തിന് ദോഷകരമാകുന്ന, കുടുംബത്തിന് വിനയാകുന്ന, കൂട്ടുകാർക്ക് തിരിച്ചടിയാകുന്ന രൂപത്തിൽ ഉപയോഗപ്പെടുത്താനുള്ളതല്ല. ഈ 2 ലക്ഷ്യങ്ങളെ പരിപൂർണമായും സാധിക്കുന്ന രൂപത്തിൽ നിറവേറ്റപ്പെടാൻ
ഓരോ വിശ്വാസിയും ബാധ്യസ്ഥനാണ്. ഇത് വളരെ കണിശമെന്നോണം, നിർബന്ധമെന്നോണം നാം ഓരോരുത്തരും കാണേണ്ട വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലെ ഏത് സൂറത്തുകളിലും അവൻ നമുക്ക് തന്ന ആന്തരികവും ബാഹ്യവുമായ, പ്രത്യക്ഷവും പരോക്ഷവുമായ അനുഗ്രഹങ്ങളെ കുറിച്ചാണ് ധാരാളമായി പറഞ്ഞിട്ടുള്ളത്. മനസ്സിന്റെ വിശുദ്ധിക്കാവശ്യമായ അനുഗ്രഹങ്ങൾ, ശരീരത്തിന്റെ സൗഖ്യത്തിനാവശ്യമായ അനുഗ്രഹങ്ങൾ, ഇതൊക്കെ ഖുർആനിലൂടെ നമുക്ക് വായിക്കാനും പഠിക്കാനും കാണാനും സാധിക്കും. അതിലേറ്റവും കൂടുതലായി അനുഗ്രഹങ്ങളെ എടുത്തു പറഞ്ഞ, ഓർമ്മപ്പെടുത്തിയ സൂറത്താണ് സൂറത്തുൻ നഹൽ. ആ അധ്യായത്തിൽ വ്യത്യസ്തങ്ങളായ അനുഗ്രഹങ്ങളെ ഓരോ ആയത്തുകളിലൂടെയും കൊണ്ടുവന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അനുഗ്രഹങ്ങളുടെ സൗന്ദര്യം നമ്മുടെ മനസ്സിലേക്ക് നൽകുന്നുണ്ട്. ആ അനുഗ്രഹങ്ങൾ എത്രത്തോളം ആനന്ദം നൽകുന്നതാണ്, എത്രത്തോളം നിങ്ങളെ സമാധാനത്തിലേക്ക് നയിക്കുന്നതാണ്. ഓരോ ആയത്തുകളുടെയും അവസാന ഭാഗം സഹോദരങ്ങളെ അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലഅല്ലക്കും തഹ്തദൂൻ, നിങ്ങൾ നേർമാർഗത്തിലൂടെ ജീവിക്കാൻ, നല്ല രൂപത്തിൽ ജീവിക്കാൻ, യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കാൻ, അതിനാണ് നിങ്ങൾക്ക് ഭൂമിയെയും ആകാശത്തെയും വായുവും വെള്ളവും എല്ലാം അല്ലാഹു ഒരുക്കി തന്നത്. അതേപോലെ ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദി കാണിക്കുന്നവരാകാൻ വേണ്ടിയാണ്. ലഅല്ലക്കും തുസ്ലിമൂൻ, നിങ്ങൾ അല്ലാഹുവിന് കീഴ്പ്പെട്ടവരാകാൻ വേണ്ടിയാണ്. ലഅല്ലക്കും തദക്കറൂൻ, നിങ്ങൾ അല്ലാഹുവിനെ ഓർക്കാൻ വേണ്ടിയാണ്. പകലിലും രാത്രിയിലും അതേപോലെ തന്നെ പ്രഭാതത്തിലും പ്രദോഷത്തിലും റബ്ബിനെ പറ്റിയുള്ള ഓർമ്മകൾ ഉണ്ടാകണം. ലഅല്ലഹും യതഫക്കറൂൻ, അല്ലാഹുവിന്റെ കഴിവിനെ കുറിച്ച്, അവൻ നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച് നന്നായി ആലോചിക്കാൻ വേണ്ടിയാണ്. ലിഖൗമി യതഫക്കറൂൻ, ചിന്തിക്കുന്നവരാകാൻ വേണ്ടിയാണ്. അലസന്മാരായി, മടിയന്മാരായി, ചിന്താശേഷി മരിച്ചവരായി മാറാനല്ല, നന്നായി ചിന്തിക്കുന്നവരാകാൻ. ഇതൊക്കെ സംവിധാനിച്ച, ഇതൊക്കെ ഒരുക്കി തന്ന അല്ലാഹുവിന്റെ കഴിവ് എത്ര വലുതാണ്, അവൻ എത്ര പ്രതാപിയാണ്, അവൻ എത്ര അനുഗ്രഹപൂർണനാണ്. ഇത് നമ്മെ ബോധ്യപ്പെടുത്താനാണ് ഈ കാര്യങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത്. ലിഖൗമി യഅഖിലൂൻ, നന്നായി ഗ്രഹിക്കാൻ വേണ്ടിയാണ്, മനസ്സറിഞ്ഞ് ഉൾക്കൊള്ളാനാണ്. കണ്ണുകൊണ്ട് കാണുമ്പോൾ, കാതുകൊണ്ട് കേൾക്കുമ്പോൾ, ശരീരം കൊണ്ട് അനുഭവിക്കുമ്പോൾ, ജീവിതം കൊണ്ട് അനുഭവിക്കുമ്പോൾ സഹോദരങ്ങളെ നമ്മുടെ മനസ്സിൽ അത് തട്ടണം. എന്റെ റബ്ബിനെ ഇനിയെങ്കിലും ഞാൻ അറിഞ്ഞില്ലെങ്കിൽ, എന്റെ റബ്ബിനെ ഓർക്കുന്ന ഒരടിമയായി മാറിയില്ലെങ്കിൽ, എന്റെ റബ്ബിനെ അനുസരിക്കുന്ന ഒരടിമയായി ഞാൻ മാറിയില്ലെങ്കിൽ എന്റെ ജീവിതം എന്തിനാണ്? എന്തിനാണ് എന്റെ ജീവിതം? എന്തർത്ഥമാണുള്ളത്? ഇങ്ങനെ നമ്മളെപ്പറ്റി ചിന്തിക്കാൻ വേണ്ടിയാണ്. ലിഖൗമി യദ്ദക്കറൂൻ, നന്നായി ആലോചിക്കുന്ന, ധാരാളമായി റബ്ബിനെ ഓർക്കുന്ന ഒരു സമൂഹമായി നിങ്ങൾ മാറാൻ വേണ്ടിയാണ്. ലിഖൗമി യുഅ്മിനൂൻ, ഈമാനുള്ളവരാകാൻ, വിശ്വാസമുള്ളവരാകാൻ, വിശ്വാസം മരവിച്ച മനസ്സുമായി, വിശ്വാസം മരിച്ച മനസ്സുമായി, ഒരിക്കലും ഒരു കാര്യം പൊട്ടിമുളക്കാത്ത, വെളിച്ചം തട്ടാത്ത, ആകെ മരവിച്ചു പോയ, വിണ്ട് കീറിയ മനസ്സിന്റെ ഉടമകളായി മാറ്റപ്പെടാനല്ല. പരലോകം വരാനുണ്ട്, മരണം യാഥാർത്ഥ്യമാണ്, വിചാരണ വരാനുണ്ട്. ഈ ദുന്യാവിൽ ഇത്രത്തോളം സുഖങ്ങളും സൗകര്യങ്ങളും നൽകാൻ അല്ലാഹുവിന് കഴിയുമെങ്കിൽ ശാശ്വതമായ സ്വർഗത്തിൽ ഇതിനേക്കാൾ നൽകാൻ കഴിവുള്ളവനാണ് എന്റെ റബ്ബ് എന്ന വിശ്വാസത്തിലേക്ക് നമ്മെ എത്തിക്കാനാണ്. ലിഖൗമി യസ്മഊൻ, നന്നായി കേൾക്കുന്നവരാകാൻ, അല്ലാഹുവിന്റെ ആയത്തുകൾ കേൾക്കുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾക്ക് കാതോർക്കുന്ന, ജീവിതത്തെ അതിനുവേണ്ടി സമർപ്പിക്കുന്നവരാകാൻ. സഹോദരങ്ങളെ, അതിനാണ് നമുക്ക് ധാരാളമായ അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത്. ഇതൊക്കെ ഒരു സൂറത്തിലാണ്.
പല ആയത്തിലൂടെ ഈ കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുമ്പിലേക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ സെക്കൻഡുകളും വിലപ്പെട്ടതാണ്. 24 മണിക്കൂറുകൾ എന്ന അനുഗ്രഹത്തിൽ എത്ര സെക്കൻഡുണ്ടോ ആ സെക്കൻഡുകൾ എവിടെയാണോ പാഴാക്കിയത്, എവിടെയാണോ നഷ്ടപ്പെടുത്തിയത്, എന്തിനാണോ നമ്മൾ കൊടുത്തത്, അതിന്റെ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഒരു സംശയവുമില്ല. ഒരു സെക്കൻഡിന്റെ വില റബ്ബിന്റെ മുമ്പിൽ നമ്മൾ ബോധ്യപ്പെടുത്തേണ്ടി വരും. സ്കൂളിലേക്ക് വൈകി വരുന്ന കുട്ടിയെ ചോദ്യം ചെയ്യുന്ന അധ്യാപകരുണ്ട്. ഓഫീസിലേക്ക് വൈകിയെത്തുന്ന ജോലിക്കാരെ ചോദ്യം ചെയ്യുന്നവരുണ്ട്. അതിന്റെ പേരിൽ ശമ്പളം കുറക്കുന്ന സിസ്റ്റമുണ്ട്. എന്തുകൊണ്ടാണ്? അത് ദുന്യാവിന്റെ വ്യവസ്ഥയാണ്. അത് വേണ്ടതാണ്. മാതാപിതാക്കൾ മക്കളെ ചോദ്യം ചെയ്യുന്നു, മുതിർന്നവർ ചെറിയവരെ ചോദ്യം ചെയ്യുന്നു, നിയമപാലകർ പലരെയും ചോദ്യം ചെയ്യുന്നു. സമയത്തിന്റെ വില അവരെ ബോധ്യപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ സെക്കൻഡിനെ പറ്റിയും ചോദിക്കുമെന്ന പേടി നമ്മുടെ മനസ്സിൽ എല്ലായ്പ്പോഴും ഉണ്ടാകണം. 1 രൂപ വേണ്ട, 1 പൈസ അന്യായമായി ചെലവഴിച്ചാൽ, വേണ്ടാത്തരത്തിന് കൊടുത്താൽ, സമ്പത്ത് എന്ന അനുഗ്രഹം എത്ര കുറവാണെങ്കിലും കൂടുതലാണെങ്കിലും, ഞാനില്ലാത്തവനാണ്, ദരിദ്രനാണ്, പാവപ്പെട്ടവനാണ്, എന്നാലും സഹോദരങ്ങളെ ഉള്ളതിന് ഉത്തരം കൊടുക്കണം. കാരണം സമ്പത്തെന്ന നിഅമത്തിനെ നമുക്ക് വേണ്ടി സംവിധാനിച്ചവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അതുകൊണ്ട് സമ്പത്തിന്റെ മൂല്യമറിയാത്ത മനുഷ്യനായി നമ്മൾ മാറിയാൽ നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും എന്നുറപ്പാണ്. ആരോഗ്യം നിസാരമായ അനുഗ്രഹമല്ല, ചെറിയ നിഅമത്തല്ല, എന്തുമാത്രം വലിയ നിഅമത്താണ്. ആ ആരോഗ്യത്തെ നമ്മൾ കൊന്നുകളഞ്ഞാൽ, നമ്മൾ ഇല്ലാതെയാക്കിയാൽ കണക്ക് പറയേണ്ടി വരും. ഓരോ പേശികൾക്കും ഓരോ അവയവങ്ങൾക്കും അവന്റെ തടിക്കനുസരിച്ച്, നീളത്തിനനുസരിച്ച്, ആരോഗ്യത്തിന് അല്ലാഹു തന്ന ആഫിയത്തനുസരിച്ച് നാളെ ഉത്തരം കൊടുക്കേണ്ടി വരും. അല്ലാഹു ഇങ്ങോട്ട് തന്നതിന് കൃത്യമായ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന പേടി വിശ്വാസികളെ അലട്ടിക്കൊണ്ടിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥന നോക്കൂ നിങ്ങൾ. ആ പ്രാർത്ഥനയുടെ ആശയം എന്താണ്? അതിന്റെ അർത്ഥം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ്. അല്ലാഹു ഏക ആരാധ്യനാണ്, അവന് പങ്കുകാരില്ല. ലഹുൽ മുൽക്കു വലഹുൽ ഹംദ്. എല്ലാ അധികാരവും അവനാണ്, സർവസ്തുതിയും അവനാണ്. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹു എന്തിനും കഴിവുള്ളവനാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. സർവശക്തനായി അല്ലാഹു അല്ലാതെ ആരുമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആരാധനക്കർഹനായി അവനല്ലാതെ ആരുമില്ല. വലാ നഅബുദു ഇല്ലാ ഇയ്യാഹു. അവനെ മാത്രമേ ഞങ്ങൾ ആരാധിക്കൂ. ലഹുൻ നിഅമതു വലഹുൽ ഫളൽ. ലഹുൻ നിഅമതു വലഹുൽ ഫളൽ. നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന അനുഗ്രഹങ്ങൾ മുഴുവനും, സൗഭാഗ്യങ്ങൾ മുഴുവനും അത് റബ്ബിൽ നിന്നാണ്. വേറെ ആളുകൾ കാരണമായി കിട്ടിയതാണെങ്കിലും അതെല്ലാം സൃഷ്ടിച്ചവൻ, അതെല്ലാം ഒരുക്കിയവൻ, അതെല്ലാം കണക്കാക്കിയവൻ അല്ലാഹുവാണ്. അതുകൊണ്ട് തന്നെ വലഹുസ്സനാഉൽ ഹസൻ, ഏറ്റവും നല്ല പ്രശംസ, ഏറ്റവും നല്ല പ്രകീർത്തനം അത് അല്ലാഹുവിനാണ്. നമുക്ക് വേണ്ട ഒരു കാര്യത്തെ നമ്മിലേക്ക് എത്തിച്ചവന്റെ പുറത്ത് സ്നേഹത്തോടെ തട്ടുകയും തടവുകയും ചെയ്യുമ്പോൾ അതിനേക്കാൾ ആഴത്തിൽ അൽഹംദുലില്ലാ, സർവസ്തുതിയും എന്റെ റബ്ബിനാണെന്ന് പറയാനുള്ള ഒരു മാനസികാവസ്ഥ ഒരു മനുഷ്യനില്ല എങ്കിൽ സഹോദരങ്ങളെ അത് വിശ്വാസക്കുറവാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഖ്ലിസീന ലഹുദ്ദീൻ വലൗ കരിഹൽ കാഫിറൂൻ. ആര് വെറുത്താലും, ആര് എതിർത്താലും, ആര് നമ്മോട് വിമുഖത കാണിച്ചാലും എന്റെ റബ്ബിന് വേണ്ടി കീഴ്പ്പെടുന്ന ജീവിതമാണ്. എത്ര സുഖത്തിലാണെങ്കിലും, എത്ര സുഖമില്ലാത്ത അവസ്ഥയിലാണെങ്കിലും എന്റെ റബ്ബിന് വേണ്ടി കീഴ്പ്പെടുന്ന ജീവിതമാണ് എന്റേതെന്ന് ഉറപ്പിക്കാൻ ഒരു വിശ്വാസിക്ക് സാധിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. നാളെ പരലോകത്ത് ഓരോന്നിലും ആദ്യം ചോദ്യം ചെയ്യപ്പെടുന്നത് ഇതാണെന്ന്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. വിശ്വാസകാര്യത്തിൽ, കർമ്മകാര്യത്തിൽ, അതേപോലെ അനുഗ്രഹങ്ങളിൽ ഓരോന്നിലും ഇതാണ് ആദ്യം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ നോക്കൂ നിങ്ങൾ, ഇന്ന അവ്വല മാ യുസ്അലു അൻഹുൽ അബ്ദ് യൗമൽ ഖിയാമ, നാളെ ഖിയാമത്ത് നാളിൽ ഒരു അടിമ അനുഗ്രഹങ്ങളിൽ, മിനൻ നഈം, സൗഭാഗ്യങ്ങളിൽ, സുഖങ്ങളിൽ ഏറ്റവും ആദ്യം ചോദിക്കപ്പെടുക അല്ലാഹു സുബ്ഹാനഹു വ തആല അയ്യുഖാല ലഹു അലം നുസഹ്ഹിലക, അല്ല നിനക്ക് ഞാൻ നല്ല ആരോഗ്യം തന്നില്ലേ, നല്ല ഒരു ജിസ്മിനെ, നല്ല ഒരു ശരീരത്തെ, ആരോഗ്യമുള്ള ശരീരത്തെ നിനക്ക് ഞാൻ തന്നില്ലയോ? വനുരിയക മിനൽ മാഇൽ ബാരിദ്, നല്ല തണുത്ത വെള്ളം, വനുർവിയക മിനൽ മാഇൽ ബാരിദ്, നല്ല തണുത്ത വെള്ളം കുടിക്കാൻ നിനക്ക് നൽകിയില്ലയോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ആരോഗ്യവും അതുപോലെ വെള്ളവും അതുപോലെ വായുവും അതുപോലെ ഭക്ഷണവും എല്ലാം സഹോദരങ്ങളെ ചോദ്യങ്ങൾക്ക് വിധേയമാക്കപ്പെടും. അതുകൊണ്ട് തന്നെ അനുഗ്രഹങ്ങളെ ഒരുക്കിത്തന്നവന്റെ യഥാർത്ഥ അടിമകളാവുക എന്നല്ലാതെ അനുഗ്രഹത്തിന് കാരണമാക്കപ്പെടുന്നവരുടെ അടിമകളായി മാറ്റപ്പെടുക എന്ന ഒരു ദുരന്തം, ഒരു ദുരവസ്ഥ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകരുത്. എല്ലാ അർത്ഥത്തിലും അള്ളാഹുവിനെ സ്തുതിച്ച്, അവനെ ഓർത്ത്, അവന് നന്ദി കാണിച്ച്, അവനിലേക്ക് അടുത്ത് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കുക. അള്ളാഹു അതിനുള്ള സൗഭാഗ്യം നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കണം, ചിട്ടപ്പെടുത്തണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. വിശ്വാസികളായ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതായ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുമ്പോഴാണ് അതിൽ ബറക്കത്തുണ്ടാവുക, ആധിക്യം ഉണ്ടാവുക എന്ന് വിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എത്ര അനുഗ്രഹങ്ങളുടെ നടുവിലാണ് നമ്മൾ ഉള്ളതെങ്കിലും അള്ളാഹുവിനെ ഓർക്കുക, അവനെ അനുസരിക്കുക എന്നത് ഒരിക്കലും മറന്നു പോകുന്ന, കളഞ്ഞു കുടിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. അതോടൊപ്പം തന്നെ എന്തെങ്കിലും ഒരു പരീക്ഷണം സ്വാഭാവികമാണ്. ജീവിതമാകുമ്പോൾ പരീക്ഷിക്കപ്പെടും. തണുപ്പ് കൊണ്ട് പരീക്ഷിക്കപ്പെടും, ചൂട് കൊണ്ട് പരീക്ഷിക്കപ്പെടും, ജന്തുക്കളെ കൊണ്ട് പരീക്ഷിക്കപ്പെടും, സസ്യങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെടും. എന്തെല്ലാം അനുഗ്രഹങ്ങളുണ്ടോ അതിന്റെ മറ്റൊരു ഭാഗം അതൊക്കെ പരീക്ഷണ വസ്തുക്കൾ കൂടിയാണ്. ഇപ്പൊ തീയ് നമുക്ക് ഭക്ഷണം നൽകുന്ന ഒന്നാണ്. പാകം ചെയ്യണമെങ്കിൽ തീയ് വേണം. പക്ഷെ ആ തീയ് നമ്മെ ഇല്ലാതെയാക്കാനും കാരണമാക്കപ്പെട്ട ഒരു വസ്തുവാണ്. അതുകൊണ്ട് തന്നെ അനുഗ്രഹങ്ങൾ അനുഭവിക്കുമ്പോൾ എന്തെങ്കിലും ഒരു പരീക്ഷണം ഉണ്ടായാൽ അള്ളാഹുവിനെ മറക്കുന്ന, അവന്റെ വിധിയെ പഴിക്കുന്ന, അതേപോലെ തന്നെ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ. അപ്പൊ ഈ അടുത്തൊക്കെ പാമ്പിന്റെ പ്രശ്നം. പാമ്പ് നമുക്ക് അനുഗ്രഹമാക്കപ്പെട്ട ഒരു ജീവിയാണ്, അതോടൊപ്പം തന്നെ അത് പരീക്ഷണവുമാണ്. പക്ഷെ ആ പാമ്പിന്റെ ശല്യം തീർക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പഠിപ്പിച്ച പ്രാർത്ഥനകളുണ്ട്. അഊദു ബികലിമാത്തില്ലാഹി താമാത്തി മിൻ ശർരി മാ ഖലഖ് ബിസ്മില്ലാഹിൽ ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ. ഇങ്ങനെ തുടങ്ങി പ്രാർത്ഥനകളുണ്ട്. ഇസ്ലാം പഠിപ്പിച്ച പ്രാർത്ഥനകളൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാം. അതല്ലാതെ ഏതെങ്കിലും മരിച്ചവർക്ക് എന്തെങ്കിലും കൊടുക്കണം, അല്ലെങ്കിൽ ഇല്ലാത്ത കുറെ പ്രാർത്ഥനകൾ ചെല്ലണം, കുറെ മാട്ടും മാരണവും സിഹിറിന്റെ പണികളും ചെയ്യണം, അങ്ങനെ ആര് പറഞ്ഞാലും പ്രസംഗിച്ചാലും വഅദ് പറഞ്ഞാലും അതൊക്കെ നമുക്ക് ചവറ്റുകൊട്ടയിലേക്ക് എറിയാൻ കഴിയണം. അത് വിശ്വാസമല്ല, അത് അനാചാരമാണ്, അന്ധവിശ്വാസമാണ്. അപ്പൊ വിശ്വാസിയുടെ ജീവിതത്തിൽ പരീക്ഷണം ഉണ്ടാകുമ്പോൾ അന്ധവിശ്വാസങ്ങളിൽ അഭയം പ്രാപിക്കുക എന്ന നിലക്കുള്ള അത്യന്തം അപകടകരമായ ഒരു പാമ്പുകടി പേടിച്ച് നരകത്തീ വാങ്ങേണ്ടി വരുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതിരിക്കാൻ വളരെ ജാഗ്രത കൈവരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലും അവന്റെ ഇഷ്ടദാസന്മാരായി മാറാൻ പരിശ്രമിക്കുന്ന വിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്ന ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് മരണം വരെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും
മതപരമായും കുടുംബപരമായും പരീക്ഷിക്കപ്പെടുന്ന ഒരുപാട് ആളുകൾ സമൂഹത്തിലുണ്ട്. അവർക്കെല്ലാം അള്ളാഹു ആശ്വാസം പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ, മക്കൾ, വിശ്വാസികൾ, പണ്ഡിതന്മാർ, പ്രബോധകർ, അവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ.